അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ചക്രകൽ പോലീസ് ചെയ്തിരിക്കുന്നത് അജീഷ് ജയകുമാറാണ്. വിവരങ്ങളുമായി ചേർന്ന അജീഷ്, പറയൂ. അതില്ല, ഇൻസ്റ്റാപേ എന്ന ആപ്പിനെതിരെയാണ് ഇപ്പോൾ ചക്രക്കൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ മാസം ജനുവരിയിലായിരുന്നു നിതിൻ രാജ് ഈ ആപ്പ് വഴി 36% പലിശയ്ക്ക് 15,000 രൂപ വായ്പ എടുത്തത്. അതിനുശേഷം ഏപ്രിൽ 9 ഈ നിരന്തരം നിതിന്റെ ഫോണിലേക്ക് ഈ ആപ്പുകാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും പണം തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്. ഭീഷണിപ്പെടുത്തി പണം തിരിച്ചടയ്ക്കാൻ പ്രേരിപ്പിച്ചുവെന്നും പറയുന്നു. സ്വമേധയാണ് ചക്രക്കൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. നേരത്തെ സൈബർ സെല്ല് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസെടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വിവരങ്ങൾ ചക്രക്കൽ പോലീസിനെ കൈമാറുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചക്രക്കൽ SHOയുടെ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ തുടക്കം മുതൽ അതല്ല ഈ ആരോപണങ്ങൾ ഉയർന്ന ഈ ജാത്യധിക്ഷേപമാണ് എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ ലോൺ ആപ്പിലേക്കാണ് ഈ ചില കാര്യങ്ങൾ വഴിതിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ കൃത്യമായി നിതിൻ ലോൺ എടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദത്തിലേക്ക് നിതിനെ ആക്കിയെന്ന് തന്നെയാണ് പോലീസിന് മനസ്സിലായത്, അല്ലേ? പോലീസിന്റെ അന്വേഷണം ആ വഴി നീങ്ങുന്നുണ്ട്. കാരണം ലോൺ ആപ്പിന്റെ ഭീഷണിയും അതുവഴി കോളേജിലുണ്ടായ പ്രശ്നങ്ങളും ആത്മകഥയിലേക്ക് തള്ളിവിട്ടു എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് പോകുന്നത്. കാരണം നേരത്തെയും ചില പ്രശ്നങ്ങൾ കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ ഈ ലോൺ ആപ്പിന്റെ ഭീഷണിയും നിതിന്റെ ഫോണിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരുന്നു. കൂടാതെ നിതിന്റെ അധ്യാപികയ്ക്കും സമാനമായിട്ടുള്ള ഫോൺ കോളുകളും ഭീഷണി സന്ദേശം എത്തിയതോടെ അധ്യാപിക പ്രിൻസിപ്പലിനും പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഏപ്രിൽ 10 രാവിലെ ഈ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് നിതിൻ രാജിനെ വിളിച്ചു വരുത്തിയത്. അന്ന് ഈ ലത എന്ന് പറയുന്ന അധ്യാപിക അടക്കമുള്ള വൈസ് പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ഈ റൂമിൽ ഉണ്ടായിരുന്നത് പറയുന്നു. ഡോക്ടർ റാമും ഈ പ്രിൻസിപ്പലിന്റെ ചേംബറിൽ ഉണ്ടായിരുന്നതായിട്ടാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതിനുശേഷം അതിനകത്ത് മാനസികമായി നിതിനെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യുന്നതിനകത്തുണ്ടായി എന്നാണ് കുടുംബവും വിദ്യാർത്ഥികളും ആരോപിക്കുന്നത്. നിലവിൽ അതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്ന നിതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നിതിൻ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. സ്വാഭാവികമായിട്ട് പോലീസിന്റെ അന്വേഷണം ആ വഴിക്കും നീളും. ഇൻസ്റ്റാപേ എന്ന് പറയുന്ന ലോൺ ആപ്പിൽ നിന്ന് ഏത് തരത്തിലാണ് ഈ ഭീഷണി ഉണ്ടായിരുന്നത് തുടങ്ങിയ വശങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. അത് തന്നെയാണ് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇൻസ്റ്റാപേ എന്ന ആപ്പിനെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.